അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, നമുക്കിന്ന് ഈ വർഷത്തെ പാദവാർഷിക പരീക്ഷയ്ക്ക് 2ാം ക്ലാസ്സുകാർക്ക് ഫിഖ് എന്ന വിഷയത്തിൽ നിന്നും വരാൻ സാധ്യതയുള്ള ഏതാനും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം. ചോദ്യം 1. അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ആരെ? ഉത്തരം നിസ്കരിക്കുന്നവനെ. ചോദ്യം 2. വുളു തുടങ്ങുമ്പോൾ നാം എന്ത് കരുതണം? ഉത്തരം വുളുവിന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു. ചോദ്യം 3. മുൻകൈയിന്റെ ഏത് ഭാഗം കൊണ്ട് ഗുഹ്യസ്ഥാനം തൊട്ടാലാണ് വുളു മുറിയുക? ഉത്തരം മുൻകൈയിന്റെ പള്ള കൊണ്ട്. രണ്ടാമത്തെ പ്രവർത്തനം ഇസ്ലാം കാര്യങ്ങൾ പൂർത്തിയാക്കാം. 1. ഷഹാദത്ത് കലിമ 2 ഡാഷ്. ഉത്തരം അർത്ഥം അറിഞ്ഞു മനസ്സിൽ ഉറപ്പിച്ചു ചൊല്ലുക. 2. 5 സമയത്തെ ഡാഷ്. ഉത്തരം നിസ്കാരം നിലനിർത്തുക. ചോദ്യം 3. സകാത്ത് ഡാഷ്. ഉത്തരം കൊടുക്കുക. ചോദ്യം 4. റമളാൻ മാസം ഡാഷ്. ഉത്തരം മുഴുവനും നോമ്പ് നോൽക്കുക. 5ാമത്തെ കാര്യം ഹജ്ജ് ഡാഷ്. ഉത്തരം ഹജ്ജ് ചെയ്യുക. ക്രമത്തിൽ നമ്പർ ഇടാം. ഇവിടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വേറെ വേറെ ബോർഡിൽ പല വാക്കുകളായിട്ട് എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ നമ്പർ ഇട്ടിട്ടോ ചേർത്ത് എഴുതണം. ഉത്തരം ആദ്യം അഷ്ഹദു എന്നാണല്ലേ വരിക, അപ്പോൾ 3ാമത്തെ ബോർഡിന് 1 നമ്പർ എഴുതി കൊടുക്കുക. പിന്നെ എന്താ വരിക? അഷ്ഹദു അല്ലാ ഇലാഹ എന്നാണല്ലേ വരിക. അപ്പോൾ 1ാമത്തെ ബോർഡിന്റെ നേരെ 2 ഇട്ട് കൊടുക്കുക. പിന്നെ എന്താ വരിക? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണ്, ഇല്ല. അപ്പോൾ 4ാമത്തെ ബോർഡിന് 3 നമ്പർ ഇട്ട് കൊടുക്കുക. ഇല്ലല്ലാ അവസാനം അല്ലാ എന്നാണ് വരിക. അപ്പോൾ 2ാമത്തെ ബോർഡിന് നേരെ 4 എഴുതി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇതും എഴുതണം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ്. അപ്പോൾ ഓരോ ബോർഡിലും നമ്പർ ഇട്ട് നമ്മളത് ചേർത്ത് എഴുതണം. ആദ്യം 3ാമത്തെ ബോർഡിലാണ് വഅഷ്ഹദു എന്നുള്ളത്, അപ്പോൾ അതിന് നേരെ 1 ഇട്ട് കൊടുക്കുക. വഅഷ്ഹദു എന്ന് പിന്നെ എന്താണ്? വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണല്ലേ. അന്ന എന്നുള്ളിടത്ത് 2 ഇട്ട് കൊടുക്കാം. പിന്നെ എന്താണ്? മുഹമ്മദൻ അവിടെ 3 ഇട്ട് കൊടുക്കാം. റസൂലുള്ളാഹ് അവിടെ 4 നമ്പർ എഴുതി കൊടുക്കാം. അപ്പോൾ വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് നമുക്ക് കിട്ടും. ഇവിടെയും അതുപോലെ തന്നെയാണ്, പക്ഷെ ഇവിടെ നിസ്കാരങ്ങൾ ക്രമത്തിൽ നമ്പർ ഇടാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഏതായിരിക്കും? ളുഹർ ആയിരിക്കും അല്ലേ. അപ്പോൾ അതിന് നേരെ 1 ഇട്ട് കൊടുക്കുക. പിന്നെ ഏതാണ്? അത് കഴിഞ്ഞ പിന്നെ അസറാണ് അല്ലേ. അപ്പോൾ അസറിന് നേരെ 2 ഇട്ട് കൊടുക്കുക. അസർ കഴിഞ്ഞ പിന്നെ എന്താണ്? മഗ്‌രിബാണ് അല്ലേ. അപ്പോൾ മഗ്‌രിബിന് നേരെ 3 അക്കം എഴുതി കൊടുക്കുക. മഗ്‌രിബ് കഴിഞ്ഞ പിന്നെ എന്താണ്? ഇശാ ആണ്, ഇശാ. അപ്പോൾ അതിന് നേരെ 4 എഴുതി കൊടുക്കുക. ഏറ്റവും അവസാനം സുബ്ഹ്, അപ്പോൾ അതിന് നേരെ 5 ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്പർ ഇടേണ്ടത്. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കാം. 1. വുളുവിൽ ഒന്നിച്ചു തടവേണ്ട അവയവം ഡാഷ്. ഉത്തരം ചെവി 2. ചോദ്യം 2. കാൽ ഡാഷ് കഴുകുക. ഉത്തരം നെരിയാണി ഉൾപ്പെടെ. ചോദ്യം 3. വുളുവിൽ തടവേണ്ട അവയവം ഡാഷ്. ഉത്തരം തല. അടുത്ത പ്രവർത്തനം അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക. ഇവിടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ വുളു മുറിയുന്ന കാര്യങ്ങളുമുണ്ട്, വുളു മുറിയാത്ത കാര്യങ്ങളുമുണ്ട്. അത് തിരഞ്ഞെടുത്തിട്ട് അനുയോജ്യമായ സ്ഥലത്ത് അത് എഴുതി കൊടുക്കണം. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? ചെറിയ കുട്ടികൾ തമ്മിൽ പരസ്പരം തൊടുക. അങ്ങനെയാണെങ്കിൽ വുളു മുറിയോ? ഇല്ല.
അപ്പം നമ്മൾ എന്ത് എഴുതി കൊടുക്കണം? വുളു മുറിയില്ല. പിന്നെന്താ തന്നിട്ടുള്ളത്? മക്കൾ മാതാപിതാക്കളെ തൊട്ടു. അത് വുളു മുറിയോ? ഇല്ലല്ലേ. അപ്പം വുളു മുറിയില്ല എന്ന് എഴുതി കൊടുക്കണം. അടുത്ത എന്താണ് തന്നിട്ടുള്ളത്? ബുദ്ധിയുടെ വകതിരിവ് നീങ്ങി. വുളു മുറിയുംല്ലേ. അടുത്ത എന്താണ്? മുൻ കൈയിന്റെ പുറം ഭാഗം കൊണ്ട് ഗുഹ്യസ്ഥാനം തൊട്ടു. ഉത്തരം വുളു മുറിയില്ല. കാരണം കൈയിന്റെ പുറം ഭാഗം കൊണ്ടാണ് തൊട്ടത്. അടുത്ത എന്താണ്? മലമൂത്ര ദ്വാരങ്ങളിലൂടെ മനിയല്ലാത്തവ പുറപ്പെട്ടു. അപ്പോൾ വുളു മുറിയും. അടുത്ത പ്രവർത്തനം അർത്ഥം എഴുതുക. വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ള. ഇതിന്റെ അർത്ഥമാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം: തീർച്ചയായും മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുന്നു എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. മക്കൾക്ക് വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ബെൽ ബട്ടണോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.